ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതൊന്നും സാരമില്ല, ഇതൊക്കെ പതിവാ. സ്മാർട്ട് സിറ്റി പദ്ധതി, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, മാലിന്യ സംസ്കരണം, വെള്ളക്കെട്ടിനുള്ള പരിഹാരം, തെരുവുനായ പരിപാലനം എന്നിവയാണ് നഗരസഭ ഉയർത്തിക്കാട്ടുന്ന കഴിഞ്ഞ 5 വർഷത്തെ പ്രധാന വികസന നേട്ടങ്ങൾ. എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ പേടിക്കലടാ. ഏത് മേഖല പരിശോധിച്ചാലും ആ മേഖലയിലെല്ലാം കൃത്യമായ ഭരണനേട്ടം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ 2 പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഒരിടമായി ഇത്രയും വലിയൊരു നഗരത്തിന് മാറാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധമൊന്ന് ആസ്വദിക്കട്ടെ. ആമയിഴഞ്ചൻ തോട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയായിരുന്നെങ്കിൽ ഏറ്റവും വലിയ നിക്ഷേപം ഏറ്റുവാങ്ങിയതിന്റെ റെക്കോർഡ് സ്ഥാപിച്ചേനെ. നിക്ഷേപം സകലമാന മാലിന്യമാണെന്ന് മാത്രം. കോവിഡ് കാലത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ വിവാദം. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണത്തിനായി 21 ടിപ്പർ ലോറികൾ വാടകയ്ക്ക് എടുത്തതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു അന്നത്തെ ആരോപണം. കോവിഡ് കാലമായതിനാൽ വീടുകളിലായിരുന്നു ആ വർഷത്തെ പൊങ്കാല. ബില്ലൊന്നും വാങ്ങിക്കാറില്ല, നമ്മള് പതിവുകാരായതുകൊണ്ട് വായിലെഴുതി കൂട്ടും. നികുതി വെട്ടിപ്പ്, കെട്ടിട നമ്പർ അഴിമതി, പട്ടികജാതി ഫണ്ട് വെട്ടിപ്പ്, LED കരാർ തട്ടിപ്പ് തുടങ്ങി പല ആരോപണങ്ങളും ഭരണസമിതിക്കെതിരെ ഉയർന്നു. മേയർ ആര്യ രാജേന്ദ്രൻ നഗരസഭയിലേക്ക് മത്സരിക്കില്ല. ജില്ലാ കമ്മിറ്റി അംഗം RP ശിവജി, മുൻ മേയർ K ശ്രീകുമാർ, ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ SP ദീപക് എന്നിവരെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കും. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട പൊട്ടനും പോയി, പണ്ടനും പോയി, ബോട്ടും കിട്ടി. അയലേസാ.